സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം ചുരുങ്ങിയത് 6 പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. SBIയിൽ ഇപ്പോൾ 10% വിദേശ നിക്ഷേപം. 51% കുറയാത്ത ഓഹരി സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിർത്തി സാവധാനം വിദേശ നിക്ഷേപം കൂട്ടുന്നതാണ് ഇവയുടെ വളർച്ചയ്ക്ക് നല്ലതെന്നാണ് കാഴ്ചപ്പാട്. പുതിയ സൂചനയെ തുടർന്ന് നിഫ്റ്റി PSU ബാങ്ക് സൂചികയിൽ മുന്നേറ്റം. തമിഴ്നാട്ടിലെ അല്ലിക്കുളത്ത് 60 ഏക്കറിൽ 1156 കോടി രൂപ മുടക്കി സംയോജിത നിർമ്മാണശാല സ്ഥാപിക്കാൻ റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ്. തമിഴ്നാട്ടിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പൽശാല നിർമ്മാണത്തിന് 15,000 കോടി മുടക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈയിടെയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സേവനദാതാക്കളായ ഫോൺപേ ഓഹരി വിപണിയിലേക്ക്. പ്രാരംഭ ഓഹരി വിൽപ്പന നടത്താനുള്ള അപേക്ഷ കോൺഫിഡൻഷ്യൽ റൂട്ടിൽ സെബിക്ക് സമർപ്പിച്ചു. ലക്ഷ്യം 12,000 കോടി രൂപയുടെ സമാഹരണം. വിപണി വിഹിതത്തിൽ ഗണ്യമായ പുരോഗതിയുമായി കുടുംബശ്രീ കേരള ചിക്കൻ. പദ്ധതി തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ വിറ്റുവരവ് 400 കോടി രൂപ. വിപണി വിഹിതം ഇപ്പോൾ 8%. മുകേഷ് അംബാനിയിൽ നിന്ന് ഇന്ത്യയിലെ പരമോന്നത സമ്പന്ന പട്ടം ഗൗതം അദാനി പിടിച്ചെടുക്കുമോ? ഹിൻഡൻബർഗ് ആരോപണ നിഴൽ അകന്നുപോയതിനു പിന്നാലെ ഉണ്ടായ അദാനി കമ്പനി ഓഹരികളുടെ മുന്നേറ്റം അംബാനിയെ തള്ളിമാറ്റി മുന്നോട്ടു പോകുന്ന നിലയിൽ. അംബാനി സാമ്രാജ്യം ഏകദേശം 88 ലക്ഷം കോടി രൂപയുടേതാണെങ്കിൽ തൊട്ടുപിന്നിൽ 85 ലക്ഷം കോടിയോളമാണ് അദാനിയുടെ സാമ്രാജ്യം. ഇതിനിടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ലക്ഷക്കണക്കിന് ഏക്കർ തരിശുപാടം ബിസിനസിന്റെ പുതിയ ഖനിയാക്കി മാറ്റുന്നതിലും ഇരുവരും തമ്മിൽ മത്സരം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.